നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയില്ല. ഇന്നലെ വയലു പറഞ്ഞ് നാളെ വയലു പറയേണ്ട ഉസ്താദ് ഇന്ന് ഖബറിലാണല്ലോ. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എന്നാണ് നമ്മുടെ ലാസ്റ്റത്തെ ശ്വാസവും തീർന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് ആർക്കും ഡേറ്റില്ല, നിശ്ചയമില്ല. നമുക്ക് വേണ്ട കഫംപുട ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഉണ്ട്. നമ്മൾ ഏത് പള്ളിക്കാട്ടിലാണ് കിടക്കുന്നതെന്ന് എന്നതുവരെ നമുക്കറിയില്ല. അതുകൊണ്ടല്ലേ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ബിക്കും ലാഹിഖൂൻ, നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ കിടക്കുന്നു. ഇത് ഏത് പള്ളിക്കാട്ടിന്റെ അടുത്തോട് പോകുമ്പോൾ ചൊല്ലണം. ചിലപ്പോ അവിടെയാണ് നമ്മൾ മരിച്ചു കിടക്കുന്നതെങ്കിലും ആർക്കും അറിയില്ലല്ലോ. നമ്മുടെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുത്തത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണം. ആരാണ് റബ്ബ്? ഉമ്മയുടെ വയറ്റിൽ നമ്മളുള്ള കാലം മുതൽ നമുക്ക് വേണ്ടത് അതത് സമയത്ത് നോക്കി തന്ന് ആ കാലത്ത് വേണ്ട ഫുഡ് ആ കാലത്ത്, പിന്നീട് മുലപ്പാല്, പിന്നീട് ചെറിയ ലഘുഭക്ഷണം, അങ്ങനെ ഓരോ കാലത്ത് ഇന്ന് രാത്രത്തെ ഫുഡ് വരെ സംവിധാനിച്ച റബ്ബ്. ആ റബ്ബിന്റെ ഇഷ്ടം വാങ്ങി നമ്മൾ ജീവിക്കണം. ഖബർ എന്ന ആ വീട് പ്രകാശിപ്പിച്ചിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം.